Mama ga papa manini pasa sa ni gassa, mama ga papa manini pasa sa ni gassa, mama ga papa manini pasa sa ni gassa. ഏതകലങ്ങളിൽ നീ ഇപ്പോൾ മഴമുകിലോട് തലയുന്നു. ഏത് പ്രൊഫഷൻ ആയാലും ജോലി ചെയ്യുന്നതിന്റെ കൂടെ ഇതും കൂടെ കൊണ്ടുപോകാൻ പറ്റണേ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ് അല്ലേ? അതൊരു ഭാഗ്യം. ഉമ്മാന്റെ കാലടിപ്പാടിലാണി സുവർഗം ഓർത്തോളെ, ഉദിമതിയ മുത്തു മുഹമ്മദിൻ തൂമൊഴി ഉള്ളിൽ ഉറച്ചോളി. നമ്മൾ നോക്കുമ്പോ എന്താ ഒരു വളരെ സുന്ദരിയായ ഒരു വനിതാ പോലീസ്. അപ്പൊ എന്തായാലും ഷെയർ ചെയ്യും. അതെനിക്ക് തോന്നുന്നു യൂണിഫോമിൽ പാടിയതുകൊണ്ടാവണം, അല്ലാതെ ബാക്കിയുള്ള ഇതൊന്നും എനിക്ക് അതിനകത്ത് വലിയ ഉണ്ടെന്ന് തോന്നുന്നില്ല. രാജഹംസമേ മഴവിൽ കൂടിയിലിൽ സ്നേഹദൂതുമായി വരുമോ. സിനിമയിലൊക്കെ പാട്ട് പാടി വീണ്ടും നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇന്റർവ്യൂ എടുക്കണം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ, ചിലുചീലേ എന്നും കിലുങ്ങും കാഞ്ചന. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന വനിതാ പോലീസ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്കെങ്കിലും ഈ കാര്യം മനസ്സിലായി കാണും ആരാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്നുള്ളത്. സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി നമുക്ക് സ്വാഗതം ചെയ്യാം കാക്കിക്കുള്ളിലെ കലാകാരി ശ്രീമതി നിമി രാധാകൃഷ്ണൻ. ഹായ്. ഹായ്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഒരു പാട്ട് അല്ലെ, ഒരു പാട്ട് ഒരു ബസ്സിലിരുന്ന് പാടുന്നു, ആ പാട്ട് വൈറലാവുന്നു, ലൈഫ് മാറുന്നു. അപ്പൊ ആ പാട്ടിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം, എന്നിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി, വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാടി, പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി. സൂപ്പർ. എന്ത് പറയണ്ടേ, എനിക്ക് ആ സൗണ്ടേ ഒരു രക്ഷയില്ല. എത്രാമത്തെ വയസ്സ് തൊട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങി? പഠിക്കാൻ തുടങ്ങിയത് കുഞ്ഞുനാളിലേ ഉണ്ട്. ഒരു 3-3.5 വയസ്സായപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ പാടുന്നതായിട്ട്, അതായത് എവിടെയെങ്കിലും കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് പാട്ട് പാടുന്നതായിട്ട് അമ്മയുടെ ഒരു ശ്രദ്ധയിൽ പെട്ടെന്ന് അമ്മ ഇങ്ങനെ പറയുന്നൊരു ഓർമ്മ. അങ്ങനെ അമ്മയ്ക്ക് തോന്നിയിട്ട് അമ്മ കൈതപ്രം വിശ്വനാഥ സാറ് പയ്യന്നൂര്, ഞങ്ങൾ കുഞ്ഞുനാളിലൊക്കെ അവിടെ ആയിരുന്നു, ഒരു 5th 6th വരെയൊക്കെ കണ്ണൂരായിരുന്നു. കണ്ണൂരാണ് പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രുതിലയ, അവിടെയാണ് എന്നെ കൊണ്ട് ചേർത്തത്. അപ്പോൾ സാറിൻ്റെ ശിക്ഷണത്തിൽ ഒരു 6ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റി. അതെൻ്റെ അത്രേ പഠിച്ചിട്ടുള്ളൂ ശാസ്ത്രീയ സംഗീതം, സത്യം. അപ്പോൾ അതിൽ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. പിന്നെ ട്രിവാൻഡ്രത്ത് അമ്മയുടെ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് സെറ്റിലായി. പിന്നെ ഇവിടെ ഞങ്ങൾ യൂത്ത് ഹോസ്റ്റൽ റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ ആ ഒരു ഈവൻറ്റ് മാത്രമായിട്ട് പോയി പഠിക്കും. പാട്ടായാലും ഡാൻസ് ആയാലും, കൂടുതലും ഞാൻ ഡാൻസ് ആണ്, പാട്ടിന്റെ മേഖലയിലോട്ട്. കലാതിലകമായിരുന്നു കേട്ടോ അല്ലേ, യൂത്ത് ഫെസ്റ്റിവല്ലേ? കുച്ചിപ്പുടി ഏതൊക്കെ ഐറ്റംസ്? കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ്, ഓട്ടംതുള്ളൽ. അടിപൊളി. അപ്പോൾ ഒരു ഓൾ റൗണ്ടർ, ഇത്രയും അധികം കലയെ സ്നേഹിക്കുന്ന ഒരു, യൂഷ്വലി നമ്മൾ കാണാറുള്ളത് ഇപ്പോൾ ഒരു ഡാൻസറൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ അവർ പിന്നെ അത് തന്നെ പ്രൊഫഷനായിട്ട് അങ്ങ് എടുക്കും. എങ്ങനെയാണ് ഈ ഒരു പോലീസ് ആയി മാറിയത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഒരാൾ പഠിക്കുന്ന പറയുമ്പം ഒന്നിനെ പറ്റിയും വലിയ ആധികാരികമായിട്ട് പഠിക്കുന്നില്ല എന്നാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. കാരണം നമ്മൾ യൂത്ത് ഹോസ്റ്റലിന് വേണ്ടി പഠിക്കുന്നതാണെങ്കിൽ നമ്മൾ ആ ഐറ്റേ പഠിക്കുന്നുള്ളൂ. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഭരതനാട്യം പഠിക്കുകയാണെങ്കിൽ അത് മാത്രം തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് വർഷങ്ങളോളം പഠിക്കണം. അതുപോലെയാണ് ഓരോ ഐറ്റവും. അപ്പം നമ്മൾ യൂത്ത് ഹോസ്റ്റലിന് പഠിക്കുമ്പോൾ നമുക്ക് അത്രേ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുള്ളൂ. അപ്പം അതൊരു ജോലിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് അത് എനിക്ക് അത്ര ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പം ഏത് പ്രൊഫഷൻ ആയാലും ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ ഇതും കൂടെ കൊണ്ടുപോകാൻ പറ്റണേ എന്നുള്ളൊരു
ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ദൈവം സഹായിച്ച് ഇതുവരെ അത് പറ്റുന്നുണ്ടായിരുന്നു. അതെ, പറ്റിയത് മാത്രമല്ല ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ് അല്ലേ? അതൊരു ഭാഗ്യം. അത് ഞാൻ അന്ന് പാടുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ആരുടെയൊക്കെയോ ഭാഗ്യത്തില് അതങ്ങ് വൈറലായി പോയതാണ്. അടിപൊളി. അപ്പൊ ഇനി ഇങ്ങനെ പാട്ടുകൾ ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നോ പാട്ടൊക്കെ കേട്ടിട്ട്? പാട്ട് കേട്ടിട്ട് ഓഫീസിൽ നിന്നൊക്കെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, സഹപ്രവർത്തകര്. പിന്നെ അല്ലാതെ പാട്ടിൻ്റെതായിട്ടുള്ള മേലുദ്യോഗസ്ഥരൊക്കെ വിളിച്ചിട്ട് അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. പിന്നെ പാട്ടിൻ്റെ ലോകത്തുള്ള ഉണ്ണിമേനോൻ സാറും സിത്താര മേഡം ഒക്കെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടപ്പോൾ വലിയ സന്തോഷം. കാരണം ഞാൻ അത്ര വലിയ ഗായികയൊന്നും അല്ല. അപ്പൊ അവരെന്റെ പാട്ടൊക്കെ കേട്ടിട്ട് ഷെയർ ചെയ്യുന്നൊക്കെ പറഞ്ഞു. കേട്ട് കഴിഞ്ഞാൽ ആരായാലും ഷെയർ ചെയ്ത് പോവും അത്തരത്തില്. അതുപോലെ നമ്മൾ നോക്കുമ്പോ എന്താ ഒരു വളരെ സുന്ദരിയായ ഒരു വനിതാ പോലീസ്, അപ്പൊ എന്തായാലും ഷെയർ ചെയ്യും. അതെനിക്ക് തോന്നുന്നു യൂണിഫോമിൽ പാടിയതുകൊണ്ടാവണം, അല്ലാതെ ബാക്കിയുള്ള ഇതൊന്നും എനിക്ക് അതിനകത്ത് വലിയ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഭയങ്കര രസമായിരുന്നു കാണാൻ, ഭയങ്കര ഒരു അതുപോലെ ശബ്ദം പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു. എന്താ പറയാ, ടച്ച് വുഡ്. നമുക്ക് ഇനിയും പാട്ടുകൾ ഒരുപാട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് പാടിയിട്ടുള്ള ഒരു പാട്ട്, അല്ലെങ്കിൽ കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു പാട്ട് പാടാവോ? ഇത് ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ പോലീസിൽ കയറിയതിന് ശേഷം, അങ്ങനെ തന്നെ പറയണം, പോലീസിൽ കയറിയതിന് ശേഷം പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് വേണ്ടി അവയർനെസ് ഡ്രാമയൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ ആ പ്രോഗ്രാം നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേനും കുട്ടികൾ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ലാസ്റ്റ് ഞാൻ ഒരു പാട്ട് പാടും. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ് ഇത്. അതിന്റെ കുറച്ച് പോർഷനേ പാടുന്നുള്ളൂ, അത് മ്യൂസിക് ഇട്ടിട്ട് പാടുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ളത്. സാ ni sa ga sa sa ni pa ma pa ni pa sa ni pa ma ga ni sa ga ma sa ma pa ni ma pa sa ma ga pa pa ma ni pa sa ni ga sa ma ga pa pa ma ni pa sa ni ga sa ma ga pa pa ma ni pa sa ni ga sa ഏതകലങ്ങളിൽ നീ ഇപ്പോൾ മഴമുകിലോട് തലയുന്നു, വിരഹത്തിൻ സ്വരരാഗങ്ങൾ ശിവരഞ്ജിനിയായി മാറുമ്പോൾ ജനിമൃതി തൻ പാതയിൽ ഞാൻ എന്നും നിന്നെ തേടുന്നു. രതി സുഖസാരേ നീ അരികിൽ വന്നെനിക്കൊരു മധുരം തൂകിത്തരുമോ? സനിക സമഗ പമമാപനി പാൻസനി സ ശ്യാമമേഘമേ നീ യദുകുല സ്നേഹദൂതുമായി വാ, ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴൽവിളി ഹലനെയ്യും നദി തൻ്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? അയ്യോ, എനിക്ക് നിർത്താൻ പറയാൻ തോന്നുന്നില്ല. എന്ത് രസമായിട്ടാ പാടും. മ്യൂസിക് ഇട്ട് പാടുമ്പോഴേ, അതിന്റെ കരയൊക്കെ ഇട്ട് പാടുമ്പോഴേ അതിന് ഭംഗിയുള്ളൂ. അത് ശരിയാണ്. എന്നാൽ പോലും എനിക്ക് ഷുവർ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതിപ്പോ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അടിപൊളിയായിട്ടാ പാടുന്നത്. ഇപ്പൊ 6ാം ക്ലാസ് വരെ പാട്ടിന്റെ പഠനം പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇനി അങ്ങനെയുള്ളൊരു മേഖലയിലോട്ടല്ലല്ലോ ഞാൻ പോകുന്നത്. അപ്പം ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് ഒരു സൈഡിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല നമുക്ക് ക്ലാസ്സിന് പോയി അതിന്റെ ഒരു അതത്ര കണ്ട് പ്രയോജനമാവെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ക്ലാസ്സിന് പോകാൻ നമുക്ക് എത്ര സമയം വേണം? ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് ടൈറ്റ് ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇതിന്റെ കൂടെ സിനിമ പാട്ടൊക്കെ എപ്പോഴും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ കുറച്ച് പാട്ടുകൾ എനിക്ക് അറിയായിരുന്നുള്ളൂ. ഇപ്പൊ ഒരുപാട് കളക്ഷൻ പഠിച്ച് കുറച്ച് കളക്ഷൻ കയ്യിലുണ്ട്. ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് സിവിൽ എക്സൈസ് ഓഫീസറാണ്, മലപ്പുറം റേഞ്ച് ഓഫീസിലാണ്. പിന്നെ ഹസ്ബൻഡിന്റെ വീട് കൊല്ലത്ത് ഓയൂരാണ്. ഹസ്ബൻഡാണ് എൻ്റെ എല്ലാം, സപ്പോർട്ടെല്ലാം ഹസ്ബൻഡാണ്. എന്നെ കുഞ്ഞുനാളിലെ വളർത്തി ഇവിടെ കൊണ്ട് എത്തിച്ച് എൻ്റെ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അതുപോലെ തന്നെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഹസ്ബൻഡിനെ കിട്ടിയതുകൊണ്ട് എനിക്ക് ഇന്നിവിടെ വന്നിരിക്കാൻ പറ്റുന്നു, പാടാൻ പറ്റുന്നു. ഒരുപാട് പേര് റെസ്ട്രിക്ഷനുള്ള ലോകത്ത് പാട്ടുകാരികളും ഡാൻസുകാരികളും ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളിടത്ത് എനിക്ക് ഇങ്ങനൊരു ഭാഗ്യമുള്ളൊരു ലൈഫ് കിട്ടിയതിന് അങ്ങേയറ്റം ദൈവത്തിനോട് നന്ദി. ഹസ്ബൻഡിന് പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടോ? പുള്ളി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ എന്ത് നന്നായിട്ട് പാടണു, ഒരു സിനിമയിലൊക്കെ പാട്ട് പാടിയാൽ, അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം
എപ്പോഴും നമ്മളെപ്പോഴും പാടി എല്ലായിടത്തും മീഡിയാസിലായാലും എല്ലായിടത്തും നല്ല പേരെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. പക്ഷേ മീഡിയയിൽ അങ്ങനെ അത്ര കണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളല്ല കേട്ടോ. സോഷ്യൽ മീഡിയ ഒക്കെ തുടങ്ങി പാട്ടൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. ഇതൊക്കെ കണ്ടിട്ട് വേണം വലിയ വലിയ ആൾക്കാരെ വിളിച്ചിട്ട് സിനിമയിലൊക്കെ അവസരം കിട്ടും, പറയാൻ പറ്റില്ല. നമ്മുടെ ഈ ഷോ കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ കോൾസ് വരും. അത്ര നന്നായിട്ട് ഗംഭീരമായിട്ട് പാടുന്നുണ്ട്. താങ്ക് യു. അപ്പം നമുക്ക് ഈ ഒരു വരുന്ന മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുൾ എന്താ പറയുക ഫെസ്റ്റിവൽസിൻ്റെയാണ്. റംസാനുണ്ട്, വിഷു ഒക്കെ വരികയാണ്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ മാമിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ ഈ വൈറലായതിനു ശേഷം നിമി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ആദ്യം വരുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടു. അത് എസ്പെഷ്യലി നമ്മുടെ കൈരളിയിൽ പട്ടുറുമാലിലൊക്കെ ഒരുപാട് വട്ടം പാടിയിട്ടുള്ള പാട്ടുകൾ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി റംസാൻ സ്പെഷ്യലായിട്ട് തന്നെ ആ ഒരു പാട്ട്, ഒരു മാപ്പിളപ്പാട്ട് പാടാവോ? ഈ പാട്ട് ഞാൻ 2020 കൊറോണ സമയത്ത് ADGP ശ്രീജിത്ത് സാറിൻ്റെ അണ്ടറിലൊരു പോലീസ് ഓർക്കസ്ട്ര രൂപീകരിച്ചു സാറ്. അപ്പം ഞങ്ങൾ ഫ്ലാറ്റുകളിലും വീടുകളിലൊക്കെ പോയിട്ട് അവിടെയുള്ള പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അവർക്ക് നമുക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ ഈ അസുഖം എന്താണെന്നോ എന്താണ് അതിൻ്റെ പോക്കെന്ന് അറിയാതെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളുടെ ഇടയിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ അതിൻ്റെ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മതി എന്നുള്ളൊരു സന്ദേശവുമായിട്ട് കുറച്ചാൾ പാട്ട് പാടിയിരുന്നു. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ റംസാൻ ഒരു പ്രോഗ്രാം ചെയ്തു, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. അപ്പം പാടിയ പാട്ടാണ്. ഉമ്മാൻ്റെ കാലടിപ്പാടിലാണി സുവർഗം ഓർത്തോളെ, ഉദിമതിയ മുത്തു മുഹമ്മദിൻ തൂമൊഴി ഉള്ളിലുറച്ചോളി, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ, ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി, ഉദിമതിയ മുത്തു മുഹമ്മദിൻ തൂമൊഴി ഉള്ളിലുറച്ചോളി. കുറച്ച് ചെറുതായിപ്പോയി, ഇനി വേണമായിരുന്നു. ഇത് ഞാൻ പാടിയതുണ്ട്, യൂട്യൂബിലുണ്ട്, ഇത് ഫുള്ള് പാടിയതുണ്ട്. അതെ, നമ്മൾ കാണുന്നുണ്ട് ഓരോ ഇപ്പം ഇങ്ങനെ ഇത് വൈറലായതിന് ശേഷം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് കുറേ ആളുകൾക്കെങ്കിലും അത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ണൂരുകാരിയാണ്, പിന്നെ ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിലായ ഒരാളാണ് അല്ലേ? ഇവിടെ ട്രിവാൻഡ്രത്ത് എവിടെയായിരുന്നു? ട്രിവാൻഡ്രത്ത് ഞാൻ പള്ളിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, നേമം പള്ളിച്ചൽ. ഞങ്ങൾ ലാസ്റ്റ് വീട് വച്ചിരിക്കുന്നത് അവിടെയാണ്. അതിന് മുന്നേ ഞങ്ങൾ പാലിയോട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഞാൻ 7th വരെ പഠിച്ചത് പേരുമ്പക്കോണം LMS സ്കൂളിലായിരുന്നു. പിന്നെ ഹൈസ്കൂൾ ആനാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. +2 ഒറ്റശേഖരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗാണ് പഠിച്ചത്. നഴ്സിംഗ് പഠിച്ചത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. ഓൾറൗണ്ടർ ആണ്. നഴ്സിംഗ് പഠിച്ചൊരു വ്യക്തി പിന്നെ പോലീസ് ആവുക, പിന്നെ പാട്ടുകാരിയാവുക. ഈ പാട്ടിനോടുള്ള ഇൻട്രസ്റ്റ് ചെറുതിലേ മുതലേ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ലേ? പാട്ടിലൊരു ഇൻസ്പയറിംഗ് ആയിട്ട് ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം ആരാണ്? പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിത്ര ചേച്ചിയാണ്. കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാവരും ഇഷ്ടമാണ്. ഡെഫിനറ്റ്ലി ചിത്ര ചേച്ചി എപ്പിസോഡ് കാണട്ടെ, എന്നിട്ട് ചിത്ര ചേച്ചി ഉടനെ തന്നെ കാണാൻ പറ്റട്ടെ. ചിത്രമ്മയുടെ പാട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നതും പാടുന്നതും. അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ളവരുടെ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ട്രൈ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ശ്രേയ ഘോഷാൽ മാഡത്തിൻ്റെയൊക്കെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിത്ര മാഡത്തെ കേൾക്കാനും ഇഷ്ടമാണ്, നമുക്കത് പാടാനൊരു ആഗ്രഹവും തോന്നുന്ന പാട്ടുകളെല്ലാം. അപ്പം അത് ഞാൻ കുറച്ചുകൂടെ ഇരുന്ന് മെനക്കെട്ടിരുന്ന് പഠിക്കും. അപ്പോൾ ഈ നഴ്സിംഗ് പഠിച്ചിട്ട് അതിലേക്ക് ആ ഒരു മേഖലയിലേക്ക് പിന്നെ ജോലി നോക്കിയില്ലേ? നഴ്സിംഗ് പഠിച്ച് കുറച്ച് നാളെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. നഴ്സിംഗിൻ്റെ എനിക്ക് ഈ നാട്ടിൽ നഴ്സിംഗ് പഠിച്ച് മിക്കവരും പുറത്തു പോവുക എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ. അപ്പോൾ എനിക്ക് ഈ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് സർവൻ്റായിട്ട് ജോലി ചെയ്യാനും കേരളത്തിൽ ജീവിക്കാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ പഠിച്ചിട്ട് കുറച്ചാൾ വർക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ വീട്ടിലിരുന്ന് PSC പഠിക്കുകയായിരുന്നു. അപ്പോൾ ലിസ്റ്റിൽ വന്നപ്പോൾ നഴ്സിംഗിൻ്റെയും പോലീസിൻ്റെയും LD ലാസ്റ്റ് ഗ്രേഡ് എല്ലാ ലിസ്റ്റിലും ഉണ്ടായിരുന്നു. പോലീസിൻ്റെയാണ് ആദ്യം കിട്ടിയത്. അങ്ങനെ ചൂസ് ചെയ്തതാണ്. അല്ലാതെ ഒരിക്കലും പോലീസ് ആകണം എന്നൊരു അങ്ങനെ ഇല്ലായിരുന്നു.
ഇപ്പം അത് നഴ്സിംഗ് പഠിച്ചതുകൊണ്ട് നമുക്ക് പോലീസിലായാലും നമുക്ക് അതിൻ്റെതായ കുറേ മെഡിക്കൽ ടേംസ് നമുക്ക് പോലീസിൽ യൂസ് ചെയ്യും. നമുക്ക് പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനിലായാലും ഒരുപാട് വേർഡ്സ് നമുക്ക് മെഡിക്കലി വരുന്നത്. അപ്പം നമുക്ക് പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. ബാക്കിയുള്ളവർ അത് ആരുടെങ്കിലും അവർക്ക് കൺസൾട്ട് ചെയ്യുന്നു ചോദിക്കേണ്ടി വരും ഇതെന്താ ഓരോ ടേംസ് ഒക്കെ. അങ്ങനെ അതുകൂടാതെ നമുക്ക് മെന്റലി ആണെങ്കിലും നമുക്ക് ഓരോരുത്തരുടെ മൈൻഡ് എന്താന്നുള്ളതൊക്കെ കുറേ മനസ്സിലാവും. നമുക്ക് സൈക്കാട്രിയും സൈക്കോളജിയൊക്കെ ഇതിൽ പഠിക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ അത് എനിക്ക് അത് ഈസി ആയിട്ട് തോന്നുന്നു. ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം അല്ലെ ഒരു പോലീസ്, മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. ഈ പോലീസിന്റെ ഈ ഒരു ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയും സംഭവിക്കാമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കേസിൽ ഇങ്ങനെ അന്വേഷണത്തിൽ ഇൻക്ലൂഡഡ് ആകുക? ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് കണ്ടുവരുന്നത് ഈ ഡ്രഗ്സിൻ്റെതും പിന്നെ അതുപോലെ പോക്സോ കേസുകളുമാണ്. അപ്പോൾ വളരെ കുഞ്ഞു കുട്ടികൾ പോലും അവരുടെ വീട്ടിലത്തെ അമ്മയുടെ ആയാലും അച്ഛൻ്റെ ആയാലും ആ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് മാത്രം പോകുന്ന ആൺകുട്ടി പെൺകുട്ടി അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ മെയിൻ കാരണക്കാർ ഈ അച്ഛനമ്മ മാത്രമാണ്, വേറെ ആരെയും അവരെ പറയാനില്ല. അത് കാരണമാണ് ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഞാനിപ്പം ഒരു 3-4 മാസമായിട്ട് ഒരു സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കേസും കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ വിഷമം തോന്നും. ആ കൊച്ചു കുട്ടികളുടെ മൈൻഡ് ഇത്രയും നാൾ എനിക്ക് അറിയില്ല ഈ സ്റ്റേഷനിലെ ഡ്യൂട്ടി എന്താണെന്ന് അറിയില്ല. കാരണം ഞാൻ ക്യാമ്പ് വില്ലിംഗ് ആയിട്ടുള്ള പോലീസുകാരിയാണ്. കുറച്ചാൾ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റേഷനിലുള്ളവർ എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കേസുകളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. കാരണം അവർക്ക് അതിനകത്ത് നിസ്സഹായ അവസ്ഥയുള്ള ഒരുപാട് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കുഞ്ഞുകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും എന്നുവെച്ചാൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ ശ്രദ്ധിക്കുന്നില്ല, അമ്മ ഫുൾ ടൈം ഫോണില്ല, അച്ഛൻ ശ്രദ്ധിക്കുന്നില്ല, അച്ഛൻ ഒന്നുകിൽ മദ്യം അല്ലെങ്കിൽ പറഞ്ഞ മയക്കുമരുന്ന് യൂസ് ചെയ്തു. അപ്പോൾ കുട്ടിക്ക് പിന്നെ ഒന്ന് മൈൻഡ് തുറക്കാനുള്ള ഒരു വ്യക്തികൾ വരുന്നത് ഈ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരായിരിക്കും. അത് ആ കുട്ടി അറിയുന്നില്ല. അപ്പം ഞാനുള്ള സമയത്ത് ഒരു കുട്ടി വയനാട് നിന്ന് സ്കൂളിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ ബസ് കയറിയിട്ട് അത് മലപ്പുറത്തേക്ക് വരുക. ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുക. ആ പ്രായത്തിലുള്ള കുട്ടി സ്കൂള് കഴിഞ്ഞിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് ഈ പറഞ്ഞ ഒരു പരിചയമൊന്നുമില്ല, ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട ഒരാളുടെ വീട്ടിലങ്ങ് പോവുകയാണ്. അപ്പോൾ ആ പോയിട്ട് ആ വീട്ടിൽ അവർ ബുദ്ധിപൂർവ്വം ആ കാര്യം കൈകാര്യം ചെയ്തു. അവർ ആ കുഞ്ഞിനെയും കൊണ്ട് നേരെ സ്റ്റേഷനിലോട്ട് വന്നു. അങ്ങനെ എത്ര പേര് ചെയ്യുന്നുണ്ടാവും. അത് ആ വീട്ടിലായതുകൊണ്ടും ആ വീട്ടിൽ ആ കുഞ്ഞിൻ്റെ ഉമ്മ അതിനെപ്പറ്റി ഒരല്പമെങ്കിലും, പക്ഷെ ഒരു പയ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോകത്ത് ആ കുട്ടി, ഇത് ഒരു നിസാര സംഭവമാണ് ഞാൻ പറയുന്നത്, ആ കുട്ടി എത്തിയിരുന്നെങ്കിൽ അതിൻ്റെ അവസ്ഥ. ആ സ്റ്റേഷനിൽ വന്ന് ഞാൻ കുറച്ച് നേരം എൻ്റെ അടുത്ത് സംസാരിച്ചപ്പം അതിന് വീട്ടിൽ പോയാൽ മതി. നമ്മൾ ആ സംസാരിക്കുന്നത് അതിന് അമ്മയോ അച്ഛനോ അതിന് തുറന്നു പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളാണെങ്കിൽ ആ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല. അങ്ങനെ 10,000 സംഭവങ്ങൾ ഡെയിലി നടക്കുന്നുണ്ട്. അതാ പറഞ്ഞ സ്റ്റേഷനിലുള്ള നമുക്ക് സ്റ്റേഷനിലോട്ട് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്തൊക്കെ കാര്യങ്ങൾ. ഇത് വളരെ വളരെ ചെറിയൊരു സംഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഡെയിലി നടക്കുന്ന ഒരുപാട് കാര്യത്തിൽ ഒരു സംഭവം മാത്രം. അതെ. ഈ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ പാട്ടൊക്കെ പാടാറുണ്ട്? എൻ്റെ സ്റ്റേഷനിലുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ടൈമിലൊക്കെ നമുക്ക് സമയം എപ്പോഴും അലേർട്ടായിരിക്കണം. നമുക്ക് ഫോണും കാര്യങ്ങളും സെറ്റൊക്കെ എപ്പോഴും വാച്ച് ചെയ്തൊക്കെ ഇരിക്കണം. അപ്പം നമുക്ക് നമ്മുടെ ഗാർഡ് ഡ്യൂട്ടി ഉണ്ട്, പാറാവ് ഡ്യൂട്ടി, അതിൻ്റെ ബ്രേക്ക് ടൈം ഉണ്ടാവും. നമുക്കൊരു 3 hours ഡ്യൂട്ടി ചെയ്താൽ കുറച്ച് നേരം നമുക്ക് ബ്രേക്ക് ഉണ്ടാവും. അടുത്ത ചേഞ്ച് നമുക്ക് ടേൺ ഡ്യൂട്ടിയൊക്കെ വരും. അപ്പോൾ ആ റെസ്റ്റ് ടൈമിലൊക്കെ കൂടെയുള്ള ഡ്യൂട്ടിക്കാരനെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കും, ഉറക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടി. ഒരു ഗ്രൂപ്പിൽ എപ്പോഴും ഒരു പാട്ടുകാര് ഉള്ളത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരു വിഷു റിലേറ്റഡ് ഒരു പാട്ട് പാടാം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചീലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാൺമാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചീലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ.
അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ശ്രീജിത്ത് സാറിൻ്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ഓർക്കസ്ട്ര പോലീസിൻ്റെ ടീം തന്നെ ഫോം ചെയ്തു എന്നൊക്കെ ഉള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാനത് 2016 സർവീസിൽ കയറുന്നത്. 2020 കോവിഡിൻ്റെ ടൈമിൽ ഞാൻ കുറച്ച് നാൾ നേഴ്സായിട്ട് തന്നെ ഞാൻ പോലീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. KP 3rd യൂണിറ്റിൽ അടൂര്. ആ ക്യാമ്പിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ട്രെയിനിങ് നടക്കുന്ന ക്യാമ്പാണ്. ട്രെയിനിങ് നടക്കുന്ന ക്യാമ്പിൽ നമുക്ക് എപ്പോഴും മെഡിക്കൽ നീഡ്സ് എന്തായാലും വേണ്ടി വരും. അപ്പം അതിനകത്ത് തന്നെ ഒരു മെഡിക്കൽ ടീം ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബെനിഫിറ്റാണ്. അല്ലെങ്കിൽ ഈ ട്രെയിനീസിന് നമ്മൾ പുറത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ അത്രയും സമയം മെനക്കേടാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടർ നമുക്ക് അതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറച്ച് വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അവിടെ കുറച്ചാൾ വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ആ സമയത്ത് കോവിഡ് വന്നപ്പം ട്രെയിനിങ് ബ്രേക്ക് ചെയ്തു. ഈ കുട്ടികളെ തിരിച്ച് അതായത് പിന്നെ സ്റ്റേഷനുകളിലും അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്തു. അതായത് ക്യാമ്പിൽ ട്രെയിനിങ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ആ സമയത്ത് എൻ്റെ ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ ശ്രീജിത്ത് സാർ ഇങ്ങനെ ഒരു ഓർക്കസ്ട്ര ടീം രൂപീകരിക്കുന്നു എന്ന് അറിഞ്ഞു PHQയിൽ. അവിടെ നിന്ന് എനിക്കൊരു കോൾ വന്ന് ഇങ്ങനെ ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ജോയിൻ ചെയ്തു. സാറാണ് ഈ സിനിമ പാട്ടിൻ്റേതായിട്ടുള്ള കുറേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു, പാട്ടുകളൊന്നും അറിയില്ലായിരുന്നു. ആകെ 1-2 കളക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ ഈ സാറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഞങ്ങൾക്ക് ജനമൈത്രിയുടെ ഡ്യൂട്ടിയാണ് കൂടുതൽ. കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് കളക്ഷൻ, അങ്ങനത്തെ അവരുടേതായിട്ട് ഓൾ കേരള വർക്ക് ഫുള്ളും നമ്മൾ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായിട്ടാണ് സാറുണ്ടായിരുന്നത് ജനമൈത്രിയുടെ. അപ്പം ഇതിൻ്റെ വർക്കിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഈ പാട്ടും ഈ ഡ്രാമ അങ്ങനത്തെയും കൂടെ അവയർനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പാട്ടുകൾ പാടി ഫ്ലാറ്റുകളിലും പിന്നെ അല്ലാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ കുറേ ഞങ്ങൾക്ക് സാറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ പാടാൻ പറ്റും. സാറ് കുറേ പാട്ടുകൾ പഠിക്കാൻ വേണ്ടി നമുക്ക് തരും. കുറേ ലിസ്റ്റുകളൊക്കെ പഠിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഞങ്ങൾ വർക്കിംഗ് ടൈമിലല്ല, വർക്കിംഗ് ടൈമിലേ അല്ല ഇത് ചെയ്യുന്നത്. വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഞങ്ങളെ കൊണ്ട് ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, പാട്ട് പഠിപ്പിക്കും ഒക്കെ ചെയ്യും. അങ്ങനെ കുറേ പാട്ടിൻ്റെ കളക്ഷൻ കിട്ടി. അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു, ഒരുപാട് ഹെൽപ്പ്. അതുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഞാൻ പാട്ടുകൾ കുറേ പാടാനൊക്കെ എനിക്ക് പറ്റിയത്. അല്ലാതെ യൂത്ത് ഫെസ്റ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള പദ്യം, മാപ്പിളപ്പാട്ട്, അതിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ സത്യത്തിൽ എനിക്ക് അറിയായിരുന്നുള്ളൂ. ഭാവിയിൽ അപ്പോൾ ഒരു സിനിമയിൽ പാടാനൊരു അവസരം കിട്ടിയാൽ എന്തായാലും അത് ടേക്കപ്പ് ചെയ്യോ? എന്തായാലും അവസരം കിട്ടട്ടെ. അതൊരു സ്വപ്നമാണോ? സ്വപ്നമാണ്. അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടേറാൻ പ്രാവെല്ലാം പാറിപ്പോകേ. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടേറാൻ പ്രാവെല്ലാം പാറിപ്പോകേ. മോള് പാട്ട് പാടും അല്ലേ? മോള് പാടും. അമ്മയാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഞങ്ങളുടെ ഇതുപോലെ രാവിലെ പ്രാക്ടീസ് ഒക്കെ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലിയ അറിവൊന്നുമില്ല. ആ പഠിച്ചിട്ടുള്ള ഗീതം വർണ്ണം 1-2 കീർത്തനങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ ഏറ്റവും ഇഷ്ടം പാടാൻ ഏത് ടൈപ്പ് പാട്ടുകളാണ്? മെലഡി സോങ്സ് ആണ് എനിക്ക് ഇഷ്ടം. അതിൽ തന്നെ മെലഡിയിൽ തന്നെ നമ്മൾ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പാടിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെലഡി സോങ് നമുക്ക് പാടിത്തരുന്നുള്ളൂ, നമുക്ക് കേട്ടിട്ട് മതിയാവുന്നില്ല. അപ്പോൾ എന്തായാലും മാമിന് ഒത്തിരി അവസരങ്ങൾ കിട്ടട്ടെ, നമ്മുടെ എപ്പിസോഡും ഒരുപാട് ആൾക്കാരിലേക്ക് ചെല്ലട്ടെ. ഇനി പറഞ്ഞ പോലെ ഒരു സിനിമയിലൊക്കെ പാട്ട് പാടി വീണ്ടും നമുക്കിവിടെ വെച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കണം. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, പുള്ളി പാടുമോ? പാടില്ല, പക്ഷെ പാട്ടിൻ്റെ ഈ പറഞ്ഞ പോലെ ഓരോ പാട്ടും എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഒക്കെ ഹസ്ബൻഡാണ്. പാട്ട് പാടണം, ആ പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞു. ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? എന്മേൽ വീഴുന്ന മഴത്തുള്ളിയെ ഇത്തനെ നാളായെങ്കിലും
இத்தனை நாளாய் எங்கிருந்தாய் என் மேல் விழுந்த மழைத்துளி இத்தனை நாளாய் எங்கிருந்தாய் இன்று எழுதிய என் கவி இத்தனை நாளாய் எங்கிருந்தாய் என்னை எழுப்பிய பூங்காற்றே இத்தனை நாளாய் எங்கிருந்தாய் என்னை மயக்கிய மெல்லிசையே இத்தனை நாளாய் எங்கிருந்தாய் உடம்பில் உறைகின்ற ஓருயிர் போல் உனக்குள் தானே நான் இருந்தேன் என் மேல் விழுந்த மழைத்துளி இத்தனை நாளாய் எங்கிருந்தாய் இன்று எழுதிய என் கவி ഇത്തനെ നാളായി എങ്കിരുന്നായി. ഇത് പുള്ളിക്ക് വേണ്ടി പാടിയ പാട്ടല്ലേ? അത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്കും അതില് എന്താ പറയാ ഡെഡിക്കേറ്റഡ് ആയിട്ട്. അപ്പോൾ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ഹസ്ബൻഡിന്റെ പേര് അനന്തു സുരേഷ്. മിസ്റ്റർ അനന്തു സുരേഷ്. വൈഫിൻ്റെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ടുള്ള സോങ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. മാം, അപ്പോൾ നമ്മുടെ കൈരളിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും പാട്ട് പാടാനായി വന്നതിൽ ഒരുപാട് താങ്ക്സ് കേട്ടോ. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു റംസാൻ പാട്ടും കൂടി പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നടയായി തക്ബീർ സ്വലാത്ത് സലാമനകം തസ്ബീഹും തിരുതാലും പുകഴ്മെത്ത സ്തുതിക്കും നഫറാം കുഫിർ മോഡരുടെ ഇൾബാബതിന്നരികെ സഹബുകൾ ചെണ്ടും വിളിമൊളി കൊണ്ടും വിലസനെ കണ്ടും കൊടിയവർ നെരിട്ടികളട്ടമത് കുഫിർ കുട്ടമൊരുങ്ങിടല നടയായി തക്ബീർ സ്വലാത്ത് സലാമനകം തസ്ബീഹും തിരുതാലും പുകഴ്മെറ്റ സ്തുതിക്കും നഫറാം കുഫിർ മോഡരുടെ ഇൾബാബതിന്നരികെ സഹബുകൾ ചെണ്ടും വിളിമൊളി കൊണ്ടും വിലസനെ കണ്ടും കൊടിയവർ നെരിട്ടികളട്ടമത് കുഫിർ കുട്ടമൊരുങ്ങിടല. താങ്ക് യു. താങ്ക് യു.